നൗൺസിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് പ്രൊനൗൺസ്. നൗൺസ് നമുക്ക് ഒരു വെർബിൻ്റെ സബ്ജക്റ്റായോ ഒബ്ജക്റ്റായോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൊനൗൺസും നമുക്ക് സബ്ജക്റ്റായും ഒബ്ജക്റ്റായും യൂസ് ചെയ്യാൻ സാധിക്കും. ഇംഗ്ലീഷിൽ പലതരത്തിലുള്ള പ്രൊനൗൺസ് ഉണ്ട്. അതെല്ലാം ഏതാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. പേഴ്സണൽ പ്രൊനൗൺസ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇത് ആളുകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗൺസ് ആണ്. പേഴ്സണൽ പ്രൊനൗൺസിന് 3 ഫോംസ് ഉണ്ട്. സബ്ജക്റ്റ് ഫോംസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഫോംസ് ഉണ്ട്, പൊസസീവ് ഫോംസ് ഉണ്ട്. അതായത് സബ്ജക്റ്റായി നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ പ്രൊനൗൺസ് അല്ല ഒബ്ജക്റ്റായി നമ്മൾ ഉപയോഗിക്കുക, അതിൻ്റെ രൂപം മാറും. അതുപോലെ തന്നെ പൊസസീവ് ഫോംസ് വേറെയുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള പേഴ്സണൽ പ്രൊനൗൺസ് ഉണ്ട്. സബ്ജക്റ്റ് ഫോംസ് ഇതെല്ലാമാണ്: ഐ, വി, ഹി, ഷീ, ദേ, യു, ഇറ്റ്. ഈ പ്രൊനൗൺസ് നമുക്ക് ഒരു വെർബിൻ്റെ സബ്ജക്റ്റായി ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഒരു പ്രൊനൗൺ ഒരു വെർബിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നതെന്ന് കരുതുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഐ, വി അതുപോലുള്ള പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക മീ, അസ്, ഹിം, ഹർ, ദം, യു, ഇറ്റ് ഇതുപോലുള്ള ഒബ്ജക്റ്റ് ഫോംസ് ആണ്. നിങ്ങളിത് ശ്രദ്ധിച്ചോ എന്നറിയില്ല, യു സബ്ജക്റ്റായും ഒബ്ജക്റ്റായും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് അത് സബ്ജക്റ്റായും ഒബ്ജക്റ്റായും നമ്മൾ യൂസ് ചെയ്യും. ഈ 2 പ്രൊനൗൺസിനും സബ്ജക്റ്റായി ഉപയോഗിക്കുമ്പോഴും ഒബ്ജക്റ്റായി ഉപയോഗിക്കുമ്പോഴും രൂപമാറ്റമൊന്നും വരുന്നില്ല. പക്ഷെ മറ്റു പ്രൊനൗൺസിന് സബ്ജക്റ്റായി ഉപയോഗിക്കുമ്പോഴുള്ള രൂപമല്ല ഒബ്ജക്റ്റായി ഉപയോഗിക്കുമ്പോൾ ഉള്ളത്. ഇനി പൊസസീവ് ഫോംസ് വേറെയുണ്ട്. അത് ഇതെല്ലാമാണ്: മൈൻ, അവേഴ്സ്, ഹിസ്, ഹേഴ്സ്, ദയേഴ്സ്, യുവേഴ്സ്, ഇറ്റ്സ്. എല്ലാ പ്രൊനൗൺസിനും തനിച്ച് നിൽക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ മറ്റൊരു നൗൺ ഉണ്ടാവേണ്ട ഒരാവശ്യമില്ല. ഒരു നൗണിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് പ്രൊനൗൺസ്. അത് ശ്രദ്ധിക്കണം. പൊസസീവ് ഫോമിലുള്ള പ്രൊനൗൺസും തനിച്ച് നിൽക്കാൻ കഴിയുന്നവരാണ്. അവരുടെ കൂടെ നമുക്ക് മറ്റ് നൗൺസ് ഒന്നും ഉപയോഗിക്കേണ്ട ഒരാവശ്യമില്ല. ഈ എക്സാമ്പിൾസ് നോക്കൂ. ദിസ് ഈസ് മായ. ഇത് മായയാണ്. ഷീ ഈസ് മൈ കൊളീഗ്. ആദ്യത്തെ സെൻറ്റൻസിലെ മായ എന്ന നൗണിന് പകരമായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഷീ എന്ന പ്രൊനൗൺ ഉപയോഗിച്ചിട്ടുള്ളത്. നൗൺസ് നമ്മൾ വീണ്ടും വീണ്ടും പറയില്ല. അതിന് പകരം ആ നൗണിനെ നമുക്ക് വീണ്ടും വീണ്ടും സൂചിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ആ നൗൺ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിന് തുല്യമായ പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യുക. മായ ഒരു പെൺകുട്ടിയുടെ പേരാണ്, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടെ ഷീ എന്ന പ്രൊനൗൺ ഉപയോഗിച്ചത്. ദിസ് ഈസ് മായ, മായ ഈസ് മൈ കൊളീഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീച്ച് അത്ര നാച്ചുറലായി തോന്നില്ല. അതുകൊണ്ട് തന്നെ ആ നൗൺ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ പിന്നീട് പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യുക. ഷീ ഈസ് മൈ കൊളീഗ്, അവൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവളാണ്. ഐ കോൾഡ് ഹിം ബട്ട് ഹി ഡിഡ്ന്റ് ഹിയർ മീ. ഈ സെൻറ്റൻസിൽ നമ്മൾ സബ്ജക്റ്റ് ഫോംസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റ് ഫോംസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോൾഡ് എന്ന വെർബിൻ്റെ സബ്ജക്റ്റ് ആണ് ഐ. അവിടെ നമ്മൾ ഉപയോഗിച്ചത് സബ്ജക്റ്റ് ഫോമാണ്. ഹിം അതിൻ്റെ ഒബ്ജക്റ്റ് ആണ്. കോൾഡിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഹിം വന്നിട്ടുള്ളത്. ഞാൻ അവനെ വിളിച്ചു. ഇവിടെ നമുക്ക് ഐ കോൾഡ് ഹി എന്ന് പറയാൻ സാധിക്കില്ല. ഹി ഒരു സബ്ജക്റ്റ് ഫോമാണ്. അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമായി ഹിം വേണം നമ്മളിവിടെ ഉപയോഗിക്കാൻ. ബട്ട് ഹി ഡിഡിന്റ് ഹിയർ മീ. രണ്ടാമത്തെ ക്ലോസിൽ നമ്മൾ ഉപയോഗിച്ചത് ഹിം അല്ല, ഹി ആണ്. അത് ഡിഡിന്റ് ഹിയർ എന്ന വെർബിൻ്റെ സബ്ജക്റ്റ് ആണ്. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റായി വന്നത് മീ ആണ്. അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഐ അല്ല. ഐ ഒരു സബ്ജക്റ്റ് പ്രൊനൗൺ ആണ്, മീ ഒരു ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. അതുപോലെ തന്നെ ഹി ഒരു സബ്ജക്റ്റ് പ്രൊനൗൺ ആണ്, ഹിം ഒരു ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. ഒരു വെർബിന് മുന്നിൽ വരുന്ന പ്രൊനൗൺ അത് മിക്കവാറും അതിൻ്റെ സബ്ജക്റ്റ് തന്നെയായിരിക്കും. അത് അതിൻ്റെ സബ്ജക്റ്റ് ഫോം ആയിരിക്കണം. ഒരു വെർബിന് ശേഷം വരുന്ന പ്രൊനൗൺ അത് അതിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. അത് അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമിലായിരിക്കണം. ഷീ ലൈക്സ് ഹിം ബട്ട് ഹി ഡസൻറ്റ് ലൈക്ക് ഹർ. ഇവിടുത്തെ സബ്ജക്റ്റ് ആണ് ഷീ, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഉപയോഗിച്ച സബ്ജക്റ്റ് ഫോമാണ്. അവൾക്ക് അവനെ ഇഷ്ടമാണ്. ഈ സെൻറ്റൻസിൽ നമ്മൾ സബ്ജക്റ്റ് ഫോംസും ഒബ്ജക്റ്റ് ഫോംസും യൂസ് ചെയ്യുന്നുണ്ട്. ഷീ സബ്ജക്റ്റ് ഫോമാണ്, ഹിം ഒബ്ജക്റ്റ് ഫോമാണ്. അത് ലൈക്ക് എന്ന വെർബിൻ്റെ ഒബ്ജക്റ്റ് ആണ്. രണ്ടാമത്തെ ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ള ഹി ഡസൻറ്റ് ലൈക്ക് എന്ന വെർബിൻ്റെ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളവിടെ ഹി ഉപയോഗിച്ചത്. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഹെർ ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ഷീ എന്നല്ല പറഞ്ഞത്, ഹെർ എന്നാണ് പറയുന്നത്. ഒരു വെർബിൻ്റെ സബ്ജക്റ്റായിട്ട് വരുന്ന പേഴ്സണൽ പ്രൊനൗൺ അതിൻ്റെ സബ്ജക്റ്റ് ഫോമിലായിരിക്കണം. ഒബ്ജക്റ്റായി വരുന്ന പേഴ്സണൽ പ്രൊനൗൺ അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമിലായിരിക്കണം. ഇറ്റ്സ് എ ഹാംലെസ് ക്രീച്ചർ, ഡോണ്ട് കിൽ ഇറ്റ്. ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ ഇറ്റ് സബ്ജക്റ്റ് തന്നെയാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഇറ്റ് ഒബ്ജക്റ്റ് ആണ്. ഇറ്റ് എന്ന പ്രൊനൗണിന് സബ്ജക്റ്റ് ഫോമും ഒബ്ജക്റ്റ് ഫോമും ഒന്ന് തന്നെയാണ്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രൊനൗൺ ആണ് യു. അതിൻ്റെ സബ്ജക്റ്റ് ഫോമും ഒബ്ജക്റ്റ് ഫോമും യു തന്നെയാണ്. യു ഷുഡ് ബി കെയർഫുൾ, ഐ വിൽ ഹെൽപ്പ് യു. ആദ്യത്തെ സെൻറ്റൻസിലെ യു സബ്ജക്റ്റ് ആണ്, രണ്ടാമത്തെ സെൻറ്റൻസിലെ യു ഒബ്ജക്റ്റ് ആണ്. പക്ഷേ അതിന് രൂപമാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ രൂപം മാറാത്ത 2 പേഴ്സണൽ പ്രൊനൗൺസേ ഉള്ളൂ, യുവും ഇറ്റും. ഇറ്റ് പൊതുവേ നമ്മൾ വസ്തുക്കളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. നേരത്തെ ആനിമൽസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും ഇറ്റ് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പൊതുവേ ആനിമൽസിനെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മൾ വളർത്തുന്ന ആനിമൽസിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ നമ്മൾ ഹി, ഷീ അതുപോലത്തെ പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യാറ്. ഇറ്റ് അധികം ഉപയോഗിച്ച് കാണാറില്ല. പ്രൊനൗൺസിന് പൊസസീവ് ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു. മൈൻ, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ് അതെല്ലാം പൊസസീവ് ഫോംസ് ആണ്.
പൊസസീവ് പ്രൊനൗൺസ് മാത്രമല്ല പൊസസീവ് അജക്റ്റീവ്സും ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. പ്രൊനൗൺസ് മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ദയേഴ്സ് അതുപോലുള്ള വേർഡ്സ് ആണ്. അവയ്ക്ക് തനിച്ച് നിൽക്കാൻ സാധിക്കും. പൊസസീവ് അജക്റ്റീവ്സ് മൈ, അവർ, യുവർ, ദയർ, ഹിസ്, ഹർ, ഇറ്റ്സ് അതുപോലുള്ള വേർഡ്സ് ആണ്. പൊസസീവ് അജക്റ്റീവ്സിന് തനിച്ച് നിൽക്കാൻ സാധിക്കില്ല. അതിനുശേഷം എല്ലായ്പ്പോഴും ഒരു നൗൺ ഉണ്ടായിരിക്കണം. അജക്റ്റീവ്സ് എന്ന് നമ്മൾ പറയുന്നത് നൗൺസിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡ്സ് ആണ്. സാധാരണ അജക്റ്റീവ്സിന് തനിച്ച് നിൽക്കാൻ സാധിക്കും. പക്ഷെ പൊസസീവ് അജക്റ്റീവ്സിന് ശേഷം എപ്പോഴും ഒരു നൗൺ ഉണ്ടായിരിക്കണം. പൊസസീവ് പ്രൊനൗൺസ് പക്ഷെ തനിച്ച് നിൽക്കാൻ കഴിയുന്നവരാണ്. അവരുടെ കൂടെ നമ്മൾ നൗൺസ് യൂസ് ചെയ്യില്ല. ഈസ് ദിസ് യുവർ ബാഗ്? ഇവിടുത്തെ യുവർ, ബാഗ് എന്ന ആ നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അജക്റ്റീവായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിവിടെ ഒരു പൊസസീവ് അജക്റ്റീവാണ്. പൊസഷൻ സൂചിപ്പിക്കുന്ന അജക്റ്റീവാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പൊസസീവ് അജക്റ്റീവ് എന്ന് പറയുന്നത്. യുവർ തനിച്ച് നിൽക്കുന്ന ഒരു വേർഡല്ല. അതിനുശേഷം എല്ലായ്പ്പോഴും ഒരു നൗൺ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ സെന്റൻസിൽ ഈസ് ദിസ് ബാഗ് യുവേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. യുവർ എന്നല്ല അവിടെ ചോദിച്ചത്. യുവേഴ്സ് ഇവിടെ പൊസസീവ് പ്രൊനൗൺ ആണ്. അതിന് തനിച്ച് നിൽക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ ഒരു നൗൺ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാ യുവേഴ്സ് ബാഗ് എന്നല്ല, യുവർ ബാഗ് എന്നാണ്. ഒരു നൗണിന് മുന്നിൽ പൊസസീവ് അജക്റ്റീവ് യൂസ് ചെയ്യുക. ഒരു നൗൺ ഇല്ലാതെ തനിച്ച് നിൽക്കേണ്ട സാഹചര്യമാണെങ്കിൽ പൊസസീവ് പ്രൊനൗൺ ഉപയോഗിക്കുക. ഈസ് ദിസ് യുവർ ബാഗ്? ഈസ് ദിസ് ബാഗ് യുവേഴ്സ്? ഈ ബാഗ് നിന്റെയാണോ? രണ്ട് സെന്റൻസിനും ഒരേ അർത്ഥം തന്നെയാണ്. ആദ്യത്തെ സെന്റൻസിലെ യുവർ പൊസസീവ് അജക്റ്റീവ് ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ യുവേഴ്സ് പൊസസീവ് പ്രൊനൗൺസ് ആണ്. തനിച്ച് നിൽക്കാൻ കഴിയുന്നവരാണ് പ്രൊനൗൺസ്. അവരുടെ കൂടെ ഒരു നൗണിൻ്റെ ആവശ്യമില്ല. പ്രൊനൗൺസിന് സബ്ജക്റ്റായും ഒബ്ജക്റ്റായും നിൽക്കാൻ സാധിക്കും, നൗൺസിൻ്റെ പോലെ തന്നെ. പക്ഷേ അജക്റ്റീവ്സ് അങ്ങനെയല്ല. സാധാരണ അജക്റ്റീവ്സിന് തനിച്ച് നിൽക്കാൻ സാധിക്കും. വെർബിന് ശേഷം, ബി എന്ന വെർബിന് ശേഷം അജക്റ്റീവ്സ് നമുക്ക് തനിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ പൊസസീവ് അജക്റ്റീവ്സ് തനിച്ച് നിൽക്കുന്നവരല്ല. അവർക്ക് ശേഷം എല്ലായ്പ്പോഴും നൗൺ ഉണ്ടായിരിക്കണം. ദിസ് ഈസ് മൈ ക്യാമറ. ഇവിടുത്തെ മൈ, ക്യാമറ എന്ന നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അജക്റ്റീവാണ്. അത് പൊസസീവ് അജക്റ്റീവാണ്. കാരണം അത് പൊസഷനാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസിലെ മൈൻ പൊസസീവ് പ്രൊനൗൺ ആണ്. ദിസ് ക്യാമറ ഈസ് മൈൻ. ഈ ക്യാമറ എൻ്റെയാണ്. മൈൻ തനിച്ച് നിൽക്കുന്ന വേർഡാണ്. പക്ഷെ മൈ തനിച്ച് നിൽക്കില്ല. അതിനുശേഷം എല്ലായ്പ്പോഴും ഒരു നൗൺ ഉണ്ടായിരിക്കണം. പേഴ്സണൽ പ്രൊനൗൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന് 3 ഫോംസ് ഉണ്ട്. സബ്ജക്റ്റ് ഫോംസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഫോംസ് ഉണ്ട്, പൊസസീവ് ഫോംസും ഉണ്ട്. പേഴ്സണൽ പ്രൊനൗൺസ് പൊതുവെ ആളുകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. ഇറ്റ് വസ്തുക്കളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പേഴ്സണൽ പ്രൊനൗൺ ആണ്. ഇനി ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. 4 എണ്ണമാണ് മെയിൻലി ഇംഗ്ലീഷിലുള്ളത്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ദിസ്, ദാറ്റ് ഇത് രണ്ടും സിംഗുലർ ആണ്. ദീസ്, ദോസ് ഇത് രണ്ടും പ്ലൂറൽ ആണ്. ദിസ് ഇത്, ദീസ് ഇവ, ദാറ്റ് അത്, ദോസ് അവ. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസും തനിച്ച് നിൽക്കുന്നവരാണ്. അവരുടെ കൂടെ നൗൺസ് ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല. അവരുടെ കൂടെ നൗൺസ് വരുന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് അല്ല, ഡെമോൺസ്ട്രേറ്റീവ് അജക്റ്റീവ്സ് ആണ്. ഈ എക്സാമ്പിൾസ് നോക്കൂ. ദിസ് മാംഗോ ഈസ് ഇൻ റൈപ്പ്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ദിസ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ അല്ല, ഡെമോൺസ്ട്രേറ്റീവ് അജക്റ്റീവ് ആണ്. അത് മാംഗോ എന്ന നൗണിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. ഈ മാങ്ങ എന്നാണ് പറയുന്നത്. ദിസ് മാംഗോ ഈസ് ഇൻ റൈപ്പ് നൗണിന് മുന്നിൽ വന്നത് കാരണം ഇത് പ്രൊനൗൺ അല്ല, മറിച്ച് അജക്റ്റീവ് ആണ്. ദിസ് ഈസ് നൈസ്. ആ സെൻറ്റൻസിൽ ദിസ് പ്രൊനൗൺ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ മറ്റ് നൗൺസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ദീസ് മാംഗോസ് ആർ ഇൻ റൈപ്പ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ദീസ് അതും ഡെമോൺസ്ട്രേറ്റീവ് അജക്റ്റീവ് ആണ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് അല്ല. മാംഗോസ് എന്ന പ്ലൂറൽ നൗണിൻ്റെ കൂടെയാണ് നമ്മളിവിടെ രണ്ടാമത്തെ സെൻറ്റൻസിൽ ദീസ് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ ദിസ് ഉപയോഗിച്ചത് മാംഗോ എന്ന സിംഗുലർ നൗണിൻ്റെ കൂടെയാണ്. ദിസ് സിംഗുലർ നൗൺസിൻ്റെ കൂടെ യൂസ് ചെയ്യണം. അതിനുശേഷം വരുന്നത് സിംഗുലർ വെർബ് ആയിരിക്കണം. ദീസ് പ്ലൂറൽ നൗൺസിൻ്റെ കൂടെ യൂസ് ചെയ്യണം. അതിനുശേഷം വരുന്ന വെർബ് അതും പ്ലൂറൽ ആയിരിക്കും. ദിസ് പ്രൊനൗണായി യൂസ് ചെയ്യുമ്പോഴും അതിനുശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. ദീസ് പ്രൊനൗണായി യൂസ് ചെയ്യുമ്പോഴും അതിനുശേഷം വരുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. ദാറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ദാറ്റ് അജക്റ്റീവ് അല്ല, അത് പ്രൊനൗൺ ആണ്. അത് തനിച്ചാണ് നിൽക്കുന്നത്. വാസ് എന്ന വെർബിൻ്റെ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ ദാറ്റ് എന്ന പ്രൊനൗൺ ഉപയോഗിച്ചിട്ടുള്ളത്. ദാറ്റ് ഒരു സിംഗുലർ പ്രൊനൗൺ ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം ഉപയോഗിക്കുന്ന സിംഗുലർ വെർബാണ്. ദോസ് വേർ ദ ബെസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളായിരുന്നു അവ. ഈ സെൻറ്റൻസിലെ ദോസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ ആണ്, അജക്റ്റീവ് അല്ല. അതിവിടെ തനിച്ചാണ് നിൽക്കുന്നത്. ഇങ്ങനെ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഇതുപോലുള്ള വേർഡ്സ് ഒരു വെർബിൻ്റെ സബ്ജക്റ്റായി വരുമ്പോഴാണ് നമ്മൾ അവരെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അവർക്ക് ശേഷം ഒരു നൗൺ വരുമ്പോൾ പിന്നെ അവർ പ്രൊനൗൺസ് അല്ല, അവർ ഡിസ്ട്രിബ്യൂട്ടീവ് അജക്റ്റീവ്സ് ആണ്. ദിസ്, ദാറ്റ് സിംഗുലർ വേർബ്സിൻ്റെ കൂടെ വേണം യൂസ് ചെയ്യാൻ. ദീസ്, ദോസ് പ്ലൂറൽ വേർബ്സിൻ്റെ കൂടെ വേണം ഉപയോഗിക്കാൻ.
ഇനി ഇവരുടെ കൂടെ നൗൺസ് വരുന്നുണ്ടെങ്കിൽ ദിസിനും ദാറ്റിനും ശേഷം വരുന്നത് സിംഗുലർ നൗൺ ആയിരിക്കണം, ദീസിനും ദോസിനും ശേഷം വരുന്നത് പ്ലൂറൽ നൗൺ ആയിരിക്കണം. ദോസ് വെർ ദ ബെസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളായിരുന്നു അവ. ഇവിടെയും നമ്മൾ ദോസ് ഉപയോഗിച്ചിട്ടുള്ളത് അജക്റ്റീവ് ആയിട്ടല്ല, പ്രൊനൗൺ ആയിട്ടാണ്. അതിവിടെ സബ്ജക്റ്റ് ആണ്. ദോസ് ഒരു പ്ലൂറൽ പ്രൊനൗൺ ആയത് കാരണമാണ് പിന്നെ നമ്മൾ അതിനുശേഷം വേർ എന്ന പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നത്. എംഫാറ്റിക് പ്രൊനൗൺസ്. ഒരു നൗണിനെ അല്ലെങ്കിൽ ഒരു പ്രൊനൗണിനെ ഊന്നി പറയുന്നതിന് വേണ്ടി, എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നവയാണ് എംഫാറ്റിക് പ്രൊനൗൺസ്. ഞാനത് സ്വയം ചെയ്തു. ഈ സെൻറ്റൻസിൽ സ്വയം ഒരു എംഫാറ്റിക് പ്രൊനൗൺ ആണ്. അവൾ തന്നെ അത് പറഞ്ഞു. ഈ സെൻറ്റൻസിൽ തന്നെ, അവൾ സ്വയം എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന തന്നെ, അതും ഒരു എംഫാറ്റിക് പ്രൊനൗൺ ആണ്. എംഫാറ്റിക് പ്രൊനൗൺസിൻ്റെ എക്സാമ്പിൾസ് ഇതെല്ലാമാണ്. മൈസെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ദംസെൽഫ്, ഇറ്റ്സെൽഫ്. യുവർ സെൽഫിന് പ്ലൂറൽ ഫോമും ഉണ്ട്, സിംഗുലർ ഫോമും ഉണ്ട്. അതിൻ്റെ പ്ലൂറൽ ഫോം യുവർ സെൽസ് ആണ്. ഇംഗ്ലീഷിൽ യു സിംഗുലർ ആവാം, പ്ലൂറൽ ആവാം. ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമ്മൾ യു ഉപയോഗിക്കാറുണ്ട്. ഒന്നിലധികം വ്യക്തികളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമ്മൾ യു ഉപയോഗിക്കാറുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ എംഫാറ്റിക് ഫോം യുവർ സെൽഫ് ആണ്. ഒന്നിലധികം വ്യക്തികളുണ്ടെങ്കിൽ അതിൻ്റെ എംഫാറ്റിക് ഫോം യുവർ സെൽസ് ആണ്. എംഫാറ്റിക് പ്രൊനൗൺസ് ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ് നോക്കും. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്. ഞാൻ സ്വയം അത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്തു. ഒരു എംഫാറ്റിക് പ്രൊനൗണിനെ നമുക്ക് ആ സെൻറ്റൻസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും വരില്ല, പക്ഷേ മീനിങ് അല്പം കുറഞ്ഞു പോകും. എന്നാലും കേൾക്കുന്നയാളിന് കാര്യം മനസ്സിലാവും. ഐ ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തു. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാനത് സ്വയം ചെയ്തു, അല്ലെങ്കിൽ ഞാനത് തനിച്ച് ചെയ്തു, ഞാൻ തന്നെ അത് ചെയ്തു. ഇതെല്ലാമാണ് അർത്ഥം. ഇവിടെ സ്വയം, തനിച്ച്, തന്നെ, ഈ മീനിങ്സ് എല്ലാം അതിൽ നിന്ന് ഒഴിവാക്കിയാലും ആ സെൻറ്റൻസിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആണ്. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്. എംഫാറ്റിക് പ്രൊനൗൺസിനെ നമുക്കൊരു സെൻറ്റൻസിൽ നിന്ന് മാറ്റാൻ സാധിക്കും. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ സെൻറ്റൻസിൽ മീനിങ്ങിൽ ചെറിയൊരു കുറവ് വരുമെന്നല്ലാതെ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും അവിടെ വരില്ല. കേൾക്കുന്നയാളിന് കാര്യം മനസ്സിലാവുകയും ചെയ്യും. ദ മിനിസ്റ്റർ ഹിംസെൽഫ് സെഡ് സോ. മിനിസ്റ്റർ തന്നെ, അല്ലെങ്കിൽ മിനിസ്റ്റർ സ്വയം അങ്ങനെ പറഞ്ഞു. ഇവിടെയും നമുക്ക് ഹിംസെൽഫ് എന്ന എംഫാറ്റിക് പ്രൊനൗണിനെ മാറ്റാൻ സാധിക്കും. ദ മിനിസ്റ്റർ സെഡ് സോ, മിനിസ്റ്റർ അങ്ങനെ പറഞ്ഞു. ദ മിനിസ്റ്റർ ഹിംസെൽഫ് സെഡ് സോ എന്ന് നമ്മൾ പറയുന്നത് മിനിസ്റ്റർ സ്വയം, അല്ലെങ്കിൽ മിനിസ്റ്റർ തന്നെ അങ്ങനെ പറഞ്ഞു എന്നൊരു മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഹിംസെൽഫ് എംഫാറ്റിക് പ്രൊനൗൺ ആണ് ഈ സെൻറ്റൻസിൽ. നമുക്കതിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. ദ മിനിസ്റ്റർ സെഡ് സോ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ അങ്ങനെ പറഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. ദ മിനിസ്റ്റർ ഹിംസെൽഫ് സെഡ് സോ എന്ന് പറയുമ്പോൾ മിനിസ്റ്റർ തന്നെ അങ്ങനെ പറഞ്ഞു എന്നൊരർത്ഥം കിട്ടും. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഷി വിൽ പാസ് ദ എക്സാം. അവൾ പരീക്ഷ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷീ ഹെർസെൽഫ് ഡസൻ തിങ്ക് സോ. അവൾക്ക് തന്നെ അങ്ങനെ തോന്നുന്നില്ല. ഷീ ഡസൻ തിങ്ക് സോ എന്ന് പറഞ്ഞാൽ അവൾക്ക് അങ്ങനെ തോന്നുന്നില്ല. ഷീ ഹെർസെൽഫ് ഡസൻ തിങ്ക് സോ എന്ന് പറയുമ്പോൾ അവൾക്ക് തന്നെ അങ്ങനെ തോന്നുന്നില്ല. ഇവിടെയും നമുക്ക് ഹെർസെൽഫ് എന്ന എംഫാറ്റിക് പ്രൊനൗണിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോഴും ആ സെൻറ്റൻസിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആയിരിക്കും. ദേ ദംസെൽസ് അഡ്മിറ്റഡ് ദെയർ മിസ്റ്റേക്ക്. അവർ തന്നെ അവരുടെ തെറ്റ് സമ്മതിച്ചു. ദേ ഒരു പ്ലൂരൽ പ്രൊനൗൺ ആണ്. അതിൻ്റെ എംഫാറ്റിക് ഫോം ദംസെൽഫ് അല്ല, ദംസെൽസ് ആണ്. ദേ ദംസെൽസ് അഡ്മിറ്റഡ് ദെയർ മിസ്റ്റേക്ക്. അവർ തന്നെ അവരുടെ തെറ്റ് സമ്മതിച്ചു. എംഫാറ്റിക് പ്രൊനൗൺസിൻ്റെ അതേ ഫോമാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺസിന്. പക്ഷെ റിഫ്ലെക്സീവ് പ്രൊനൗൺസിനെ നമുക്കൊരു സെൻറ്റൻസിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. റിഫ്ലെക്സീവ് പ്രൊനൗൺസ് വേർബ്സിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ വ്യക്തിയെ തന്നെ സൂചിപ്പിക്കുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഐ ലവ് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നർത്ഥം. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്, ഒബ്ജക്റ്റ് ഹിം ആണ്. രണ്ട് വ്യക്തികൾ ഇവിടെയുണ്ട്. പക്ഷെ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണമെങ്കിലോ ഐ ലവ് മീ എന്നല്ല പറയുക, ഐ ലവ് മൈസെൽഫ് എന്നാണ് പറയുക. ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഞാൻ തന്നെയാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒബ്ജക്റ്റ് ഫോം അല്ല യൂസ് ചെയ്യുക. അതിന് പകരം അതിൻ്റെ റിഫ്ലെക്സീവ് ഫോമാണ് യൂസ് ചെയ്യുന്നത്, മൈസെൽഫ്. റിഫ്ലെക്സീവ് പ്രൊനൗൺസും എംഫാറ്റിക് പ്രൊനൗൺസും കാഴ്ചയിൽ ഒരുപോലെ തന്നെയാണ്, പക്ഷേ അവർ ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. റിഫ്ലെക്സീവ് പ്രൊനൗൺസിനെ നമുക്കൊരു സെൻറ്റൻസിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. കാരണം അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ സെൻറ്റൻസിന് ഒബ്ജക്റ്റ് വേണം, പ്രത്യേകിച്ച് അത് ട്രാൻസിറ്റീവ് വെർബ് ആവുന്ന സാഹചര്യങ്ങളിൽ. എംഫാറ്റിക് പ്രൊനൗൺസിന് അതുപോലുള്ള പർപ്പസ് ഒന്നും ഒരു സെൻറ്റൻസിലില്ല. അത് എംഫസൈസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്കത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ സെൻറ്റൻസിൻ്റെ മീനിങ് കംപ്ലീറ്റ് തന്നെയായിരിക്കും. ഷീ കിൽഡ് ഹെർസെൽഫ്. അവൾ അവളെ തന്നെ കൊലപ്പെടുത്തി, ആത്മഹത്യ ചെയ്തു എന്നർത്ഥം. ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്, ഒബ്ജക്റ്റും ഷീ തന്നെയാണ്. അവൾ അവളെ തന്നെയാണ് കൊല്ലുന്നത്. പക്ഷേ ഷീ കിൽഡ് ഹെർ എന്ന് നമ്മൾ പറയില്ല. അതിന് പകരം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹെർസെൽഫ് എന്ന റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. ഹി കട്ട് ഹിംസെൽഫ് വൈൽ ഷേവിങ്. ഷേവ് ചെയ്യുന്നതിനിടയിൽ അയാൾക്ക് തന്നെ മുറിവേൽപ്പിച്ചു. ഹി കട്ട് ഹിം അല്ല, ഹി കട്ട് ഹിംസെൽഫ്. ഇവിടെ അയാൾക്ക് തന്നെയാണ് അയാൾ മുറിവേൽപ്പിക്കുന്നത്. സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ വ്യക്തി തന്നെയാണ്, അയാൾ തന്നെയാണ്.
അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഒബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചത് ഹിം എന്ന ഒബ്ജക്റ്റ് പ്രൊനൗൺ അല്ല, അതിന് പകരം ഹിംസെൽഫ് എന്ന റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. ഹി കട്ട് ഹിംസെൽഫ് വൈൽ ഹി വാസ് ഷേവിംഗ് എന്നും പറയാം. ഇവിടെ രണ്ട് ക്ലോസിൻ്റെയും സബ്ജക്റ്റ് ഒരേ വ്യക്തി തന്നെ ആയതിനാൽ നമ്മൾ വൈൽ ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ക്ലോസിൽ പിന്നെ സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ ing ഫോം മാത്രമാണ് ഉപയോഗിക്കുന്നത്. യു ഷുഡ് ലവ് യുവർ സെൽഫ്, നീ നിന്നെ തന്നെ സ്നേഹിക്കണം. യു ഷുഡ് ലവ് യു അല്ല യുവർ സെൽഫ്. യു എന്ന പ്രൊനൗണിന് രണ്ട് റിഫ്ലെക്സീവ് ഫോംസ് ഉണ്ട്. യുവർ സെൽഫ് എന്നൊരു സിംഗുലർ ഫോമും ഉണ്ട്, യുവർ സെൽഫ്സ് എന്ന പ്ലൂറൽ ഫോമും ഉണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ഒരാളെ കുറിച്ചാണ്, അതുകൊണ്ടാണ് യുവർ സെൽഫ് എന്ന സിംഗുലർ ഫോം നമ്മൾ ഉപയോഗിച്ചത്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മീ അല്ല, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ ആൾ തന്നെയാണ്, ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടെ മീ എന്ന ഒബ്ജക്റ്റ് ഫോം യൂസ് ചെയ്യുന്നതിന് പകരം മൈസെൽഫ് എന്ന റിഫ്ലെക്സീവ് ഫോം യൂസ് ചെയ്യുന്നത്. റിഫ്ലെക്സീവ് പ്രൊനൗൺസിനെ നമുക്കൊരു സെൻറ്റൻസിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. അങ്ങനെ മാറ്റിയാൽ മീനിങ് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഗ്രാമർ മിസ്റ്റേക്കും വരും. എംഫാറ്റിക് പ്രൊനൗൺസിനെ നമുക്കൊരു സെൻറ്റൻസിൽ നിന്ന് മാറ്റാം, മീനിങ് അല്പം ഒന്ന് കുറഞ്ഞു പോകും, പക്ഷെ അപ്പോഴും കേൾക്കുന്നയാൾക്ക് കാര്യം മനസ്സിലാവും. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്, ആരെ എന്ന് വ്യക്തമായി പറയാതെ ആരോ, ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നവയാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് തന്നെ നമ്മൾ ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്സ് ആയും യൂസ് ചെയ്യും. ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്സ് ആയി യൂസ് ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് ശേഷം ഒരു നൗൺ വരും. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആയി യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ശേഷം ഒരു നൗണും ഉണ്ടാവില്ല, അവർ തനിച്ച് നിൽക്കും. ഇവയെല്ലാം അഡ്ജക്റ്റീവ്സ് ആയി യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ശേഷം മറ്റൊരു നൗൺ കാണും. ഇവരെല്ലാം പ്രൊനൗൺസ് ആയി യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ശേഷം മറ്റൊരു നൗണും കാണില്ല, അവർ തന്നെയായിരിക്കും ആ വെർബിൻ്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിൻ്റെ എക്സാമ്പിൾസ് ഇതൊക്കെയാണ്: സം, എനി, ഫ്യൂ, എവരിബഡി, മെനി, നൺ. എല്ലാ എക്സാമ്പിൾസോടും ഉൾപ്പെടുത്തിയിട്ടില്ല, കോമൺ ആയ ചില എക്സാമ്പിൾസ് ആണ് പറയുന്നത്. സം ആർ ബോൺ ഗ്രേറ്റ്, ചില ആളുകൾ മഹാന്മാരായി അല്ലെങ്കിൽ മഹതികളായി ജനിക്കുന്നു. സം ആർ ബോൺ ഗ്രേറ്റ്. ഇവിടെ സം എന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ സൂചിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അത് ആർ എന്ന വെർബിൻ്റെ സബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിവിടെ പ്രൊനൗൺ ആണ്, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്. ഇനി നമ്മൾ സം പീപ്പിൾ ആർ ബോൺ ഗ്രേറ്റ് എന്നാണ് പറയുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ സം ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ് ആണ്. പീപ്പിൾ എന്ന നൗണിനെ മോഡിഫൈ ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് ആണ് സം. ഒരേ വേർഡ് തന്നെ നമുക്ക് പ്രൊനൗൺ ആയും യൂസ് ചെയ്യാം, അഡ്ജക്റ്റീവായും യൂസ് ചെയ്യാം. തനിച്ച് നിൽക്കുമ്പോൾ അവർ പ്രൊനൗൺസ് ആണ്, അവരുടെ കൂടെ ഒരു നൗൺ വന്നു കഴിയുമ്പോൾ അവർ അഡ്ജക്റ്റീവ്സ് ആണ്. വൺ മസ്റ്റ് നോട്ട് പ്രൈസ് വൺ സെൽഫ്, ഒരാൾ സ്വയം പുകഴ്ത്തരുത്. ഒരുവൻ സ്വയം പുകഴ്ത്തരുത്. വൺ മസ്റ്റ് നോട്ട് പ്രൈസ് വൺ സെൽഫ്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരാളെ കുറിച്ചും അല്ല പറയുന്നത്. വൺ ഒരു ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്, അതിൻ്റെ റിഫ്ലെക്സീവ് ഫോം ആണ് പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള വൺ സെൽഫ്. മെനി ആർ കോൾഡ്, ഫ്യൂ ആർ ചോസൺ. ഒരുപാട് പേരെ വിളിക്കുന്നു, കുറച്ച് പേര് മാത്രം സെലക്ട് ചെയ്യപ്പെടുന്നു. മെനി ഇവിടെ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്, അതുപോലെ തന്നെ ഫ്യൂ ഒരു ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്. മെനി വലിയൊരു നമ്പറിനെ സൂചിപ്പിക്കുന്നു, ഫ്യൂ വളരെ ചെറിയൊരു നമ്പറിനെ സൂചിപ്പിക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ഈച്ച്, എവരി, ഐദർ, നീദർ, ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സായും നമ്മൾ ഈ വേർഡ്സ് യൂസ് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവായി ഉപയോഗിക്കുമ്പോൾ ഈ വേർഡ്സിന് ശേഷം ഒരു നൗൺ വരും. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ആയി യൂസ് ചെയ്യുമ്പോൾ ഇവർ തനിച്ച് നിൽക്കും. എക്സാമ്പിൾസ് നോക്കൂ. ഈച്ച് ഓഫ് ദ ബോയ്സ് വാസ് ഗിവൺ എ പ്രസൻറ്റ്, ഓരോ കുട്ടിക്കും ഓരോ ആൺകുട്ടിക്കും ഒരു പ്രസൻറ്റ് നൽകി. ആദ്യത്തെ സെൻറ്റൻസിലെ ഈച്ച് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ ആണ്, അതവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സെൻറ്റൻസിലെ ഈച്ച് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്, അത് ബോയ് എന്ന നൗണിനെ മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ട് സെൻറ്റൻസിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഈച്ച് ബോയ് വാസ് ഗിവൺ എ പ്രസൻറ്റ് എന്ന് പറഞ്ഞാലും ഈച്ച് ഓഫ് ദ ബോയ്സ് വാസ് ഗിവൺ എ പ്രസൻറ്റ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഈച്ചിന് ശേഷം നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ഒരു സിംഗുലർ വെർബാണ്. ഈച്ച് ഓഫിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ പ്ലൂറൽ ആയിരിക്കും, പക്ഷെ വെർബ് സിംഗുലർ ആയിരിക്കും. ഈച്ചിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ സിംഗുലർ ആയിരിക്കും, വെർബും സിംഗുലർ ആയിരിക്കും. ഈച്ച് ബോയ് വാസ് ഗിവൺ എ പ്രസൻറ്റ്, ഈച്ച് ഓഫ് ദ ബോയ്സ് വാസ് ഗിവൺ എ പ്രസൻറ്റ്. ഈച്ച് ഓഫ് ദ ബോയ് അല്ല, ഈച്ച് ഓഫ് ദ ബോയ്സ്. വെർബ് എല്ലായ്പ്പോഴും സിംഗുലർ ആണ്. നീദർ ഓഫ് ദീസ് ആൻസേഴ്സ് ഈസ് കറക്റ്റ്, ഈ രണ്ട് ഉത്തരങ്ങളും ശരിയല്ല. ആദ്യത്തെ സെൻറ്റൻസിലെ നീദർ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ ആണ്, അതവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിന് തനിച്ച് നിൽക്കാൻ സാധിക്കും. രണ്ടാമത്തെ സെൻറ്റൻസിലെ നീദർ അഡ്ജക്റ്റീവ് ആണ്, ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. നീദർ ആൻസർ ഈസ് കറക്റ്റ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗണായി യൂസ് ചെയ്താലും ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവായി യൂസ് ചെയ്താലും ഐദറിനും നീദറിനും ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സിംഗുലർ വെർബാണ്. നീദർ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ വരും, പക്ഷെ നീദറിന് ശേഷം ഉപയോഗിക്കുന്ന നൗണും സിംഗുലർ ആയിരിക്കും. നീദർ ആൻസർ ഈസ് കറക്റ്റ്, നീദർ ആൻസേഴ്സ് ആർ കറക്റ്റ് അല്ല, നീദർ ആൻസർ ഈസ് കറക്റ്റ്. നീദർ ഓഫ് ദീസ് ആൻസേഴ്സ് ഈസ് കറക്റ്റ്. ദീസ് ആൻസേഴ്സ്, ആൻസേഴ്സ് പ്ലൂറൽ ആണ്, പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിച്ച
ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണും പ്ലൂറൽ ഫോമിൽ തന്നെ ആയിരിക്കണം. നീദർ ഓഫ് ദിസ് ആൻസേഴ്സ് അല്ല, ദീസ് ആൻസേഴ്സ്. ഈച്ച്, ഐദർ, നീദർ ഇതിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും സിംഗുലർ വെർബായിരിക്കണം. ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ഇവർ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അവർ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആയി മാറുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഒരു നൗൺ വരുമ്പോൾ പിന്നെ അവർ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. രണ്ടായാലും നമുക്ക് അവരെ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഹു ഈസ് ദാറ്റ് വുമൺ? ആ സ്ത്രീ ആരാണ്? ഹു ഇവിടെ തനിച്ചാണ് നിൽക്കുന്നത്, അതൊരു ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആണ്. വെർ ഈസ് യുവർ ബാഗ്? നിന്റെ ബാഗ് എവിടെയാണ്? വാട്ട്സ് യുവർ നെയിം? നിന്റെ പേരെന്താണ്? വിച്ച് ഈസ് യുവർ ബോയ്? ഏതാണ് നിന്റെ മകൻ? നിന്റെ കുട്ടി ഏതാണ്? ക്വസ്റ്റ്യൻ വേർഡ്സ് തന്നെയാണ് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആയി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ വാട്ട്, വിച്ച് അതുപോലുള്ള ക്വസ്റ്റ്യൻ വേർഡ്സിന് ശേഷം നമുക്ക് നൗൺസും ഉപയോഗിക്കാൻ സാധിക്കും. റിലേറ്റീവ് പ്രൊനൗൺസ് ഹു, വിച്ച്, ദാറ്റ്, ഹും, ഹൂസ് ഇതുപോലുള്ള വേർഡ്സ് ആണ്. നമുക്ക് കണ്ടാൽ അറിയാം ഇതിൽ പലതും ക്വസ്റ്റ്യൻ വേർഡ്സ് ആയി നമ്മൾ യൂസ് ചെയ്യും. അതായത് ഒരേ വാക്ക് തന്നെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഹു നമുക്ക് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആയി യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കും. വിച്ച് നമുക്ക് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആയി യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴും അതൊരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതേ വേർഡ്സ് തന്നെ നമുക്ക് റിലേറ്റീവ് പ്രൊനൗൺസ് ആയും യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇവർ കൺജങ്ഷൻസ് ചെയ്യുന്ന അതേ ജോലിയാണ് ചെയ്യുന്നത്. റിലേറ്റീവ് പ്രൊനൗൺസ് രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല ആ റിലേറ്റീവ് പ്രൊനൗൺ അത് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ക്ലോസിലെ, അതായത് ആ റിലേറ്റീവ് ക്ലോസിന്റെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയി കൂടി പ്രവർത്തിക്കും. അതായത് റിലേറ്റീവ് പ്രൊനൗൺസിന് രണ്ട് റോളുണ്ട്. അവർ രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യും, കൺജങ്ഷൻസ് ചെയ്യുന്ന പോലെ തന്നെ. അതുമാത്രമല്ല ഒരു റിലേറ്റീവ് പ്രൊനൗണിന് അത് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസിന്റെ സബ്ജക്റ്റ് ആവാം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആവാൻ സാധിക്കും. ഹു ആളുകളെ കുറിച്ച്, വ്യക്തികളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ്. പലപ്പോഴും നമ്മൾ ആനിമൽസിനെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മൾ വളർത്തുന്ന ആനിമൽസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും ഹു ഉപയോഗിക്കാറുണ്ട്. ഹും അതിൻ്റെ തന്നെ ഒബ്ജക്റ്റ് ഫോം ആണ്. വിച്ച് വസ്തുക്കളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ദാറ്റ് നമ്മൾ ആളുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും വസ്തുക്കളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും ഉപയോഗിക്കും. ഹൂസ് ഒരു പൊസസീവ് ഫോം ആണ്. ഹിസ്, ഹർ, യുവർ, ദെയർ അതുപോലുള്ള പൊസസീവ് പ്രൊനൗൺസിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഹൂസ്. കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ദിസ് ഈസ് ദ ബാഗ് ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വാങ്ങിച്ച ബാഗാണിത്. ദിസ് ഈസ് ദ ബാഗ് ഐ ബോട്ട് ഇറ്റ് യെസ്റ്റർഡേ. ഇതാണ് നമ്മുടെ രണ്ട് സെന്റൻസസ്. നമ്മൾ ഈ രണ്ട് ക്ലോസുകളെ, രണ്ട് സെന്റൻസുകളെ ദാറ്റ് ഉപയോഗിച്ച്, ദാറ്റ് എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ച് ഇവിടെ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ദിസ് ഈസ് ദ ബാഗ് ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ. ഇവിടെ നമുക്ക് ദാറ്റിന് പകരം വിച്ച് ഉപയോഗിക്കാം. ഐ ബോട്ട് ഇറ്റ് യെസ്റ്റർഡേ എന്നതിലെ ഇറ്റിന് പകരമായിട്ടാണ് നമ്മളിവിടെ ദാറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ഈ റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ് ആ ക്ലോസിന്റെ ഒബ്ജക്റ്റ് എന്ന റോളാണ് ചെയ്യുന്നത്. ആ റിലേറ്റീവ് ക്ലോസിന്റെ സബ്ജക്റ്റ് ഇവിടെ ഐ ആണ്, അതിന്റെ വെർബ് ബോട്ട് ആണ്. ഐ ബോട്ട് ഇറ്റ് എന്നതിലെ ഇറ്റിന് പകരമാണ് നമ്മളിവിടെ ദാറ്റ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ദ ബാഗ് ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ. പിന്നെ ഐ ബോട്ട് ഇറ്റ് എന്ന് പറയരുത്, ദാറ്റ് ഐ ബോട്ട് ഇറ്റ് എന്ന് പറയരുത്. ഇറ്റിന് പകരമാണ് നമ്മളിവിടെ ദാറ്റ് ഉപയോഗിച്ചത്. ഇവിടെ നമുക്ക് ദാറ്റിന് പകരം വിച്ച് ഉപയോഗിക്കാം. ദിസ് ഈസ് ദ ബാഗ് വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ എന്നും പറയാം. ഐ ടോക്ക് ടു ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് അലോൺ. ഐ ടോക്ക് ടു ദ ഗേൾ, ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു. ഷി വാസ് സിറ്റിംഗ് അലോൺ, അവളെ തനിച്ചിരിക്കുകയായിരുന്നു. ഈ രണ്ട് ക്ലോസുകളെയാണ് നമ്മളിവിടെ കമ്പൈൻ ചെയ്തത്. തനിച്ചിരിക്കുകയായിരുന്ന ആ പെൺകുട്ടിയോട് ഞാൻ സംസാരിച്ചു. കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മീനിങ് അതാണ്. ഷി വാസ് സിറ്റിംഗ് അലോൺ എന്ന സെന്റൻസിലെ ഷീക്ക് പകരമായിട്ടാണ് നമ്മളിവിടെ ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഷീ നമ്മൾ ആദ്യം പറയുകയും ചെയ്യരുത്. ഐ ടോക്ക് ടു ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് അലോൺ. റിലേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യുമ്പോൾ ആ റിലേറ്റീവ് പ്രൊനൗണിന് മുന്നിൽ ഉപയോഗിച്ചിട്ടുള്ള നൗൺ ഉണ്ടല്ലോ, അത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നതിനനുസരിച്ചിരിക്കും ആ റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം വരുന്ന വെർബ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നത്. ഇവിടെ ഗേൾ സിംഗുലർ നൗൺ ആണ്, അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഹു എന്ന റിലേറ്റീവ് പ്രൊനൗണിന് ശേഷം ഉപയോഗിച്ചത് വാസ് എന്ന സിംഗുലർ വെർബാണ്. ഇവിടെ ഗേൾസ് ആയിരുന്നുവെങ്കിൽ, ഐ ടോക്ക് ടു ദ ഗേൾസ് ആയിരുന്നുവെങ്കിൽ നമ്മൾ ഹുവിന് ശേഷം ഉപയോഗിക്കുക വേർ ആവുമായിരുന്നു. ഐ ടോക്ക് ടു ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് അലോൺ. ഷി വാസ് സിറ്റിംഗ് അലോണിലെ ഷീക്ക് പകരമായിട്ടാണ് നമ്മളിവിടെ ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. ദ ഗേൾ ഹു വൺ ദ ഫസ്റ്റ് പ്രൈസ് ഈസ് ഫ്രം തമിഴ്നാടു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പെൺകുട്ടിക്കാണ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചത്. ദ ഗേൾ ഈസ് ഫ്രം തമിഴ്നാടു, ഷീ വൺ ദ ഫസ്റ്റ് പ്രൈസ്. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസുകൾ. ഷീ വൺ ദ ഫസ്റ്റ് പ്രൈസിലെ ഷീക്ക് പകരമാണ് നമ്മളിവിടെ ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ പിന്നെ ഉപയോഗിക്കുന്നത്. ദ ഗേൾ ഹു വൺ ദ ഫസ്റ്റ് പ്രൈസ് ഈസ് ഫ്രം തമിഴ്നാടു. ദ ബാഗ് വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ ഈസ് മെയ്ഡ് ഓഫ് ഫോക്സ് ലെതർ. ഫോക്സ് ലെതർ എന്ന് പറയുമ്പോൾ സിന്തറ്റിക് ലെതർ, മാൻ മെയ്ഡ് ലെതർ, ഒറിജിനൽ അല്ല.
The bag which I bought yesterday is made of fox leather. രണ്ട് ക്ലോസുകളുണ്ട് ഇവിടെ. The bag is made of fox leather. I bought it yesterday. ഇവിടെ I bought it yesterdayയിലെ ഇറ്റിന് പകരമായിട്ടാണ് നമ്മൾ ഈ which എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചത്. The bag I bought which എന്നല്ല പിന്നെ നമ്മൾ പറയുന്നത്, which ആദ്യം വരും. ആ റിലേറ്റീവ് ക്ലോസിൻ്റെ ആദ്യം തന്നെ അത് വരും. The bag which I bought yesterday is made of fox leather. പിന്നെ I bought it എന്ന് പറയുകയും ചെയ്യരുത്. ഇറ്റിന് പകരം ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് which. പക്ഷേ അത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തല്ല വരുന്നത്. റിലേറ്റീവ് പ്രൊനൗൺ സബ്ജക്റ്റ് ആയാലും ശരി ഒബ്ജക്റ്റ് ആയാലും ശരി അത് ആ റിലേറ്റീവ് ക്ലോസിൻ്റെ ആദ്യം തന്നെ വരും. The bag which I bought yesterday is made of fox leather. The bag is made of fox leather. I bought it yesterday. ഇതാണ് രണ്ട് ക്ലോസുകൾ. I bought it yesterdayയിലെ ഇറ്റിന് പകരമാണ് നമ്മൾ പിന്നെ ഇവിടെ which എന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് പ്രൊനൗൺസ് ഏതെല്ലാം തരത്തിലുണ്ട്, അതെങ്ങനെയെല്ലാം യൂസ് ചെയ്യുന്നു, അതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.